ഇയ്യോബ് അധ്യായം 39. പാറയിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേടകളുടെ ഈറ്റുനോവ് നീ കാണുമോ? അവയ്ക്ക് ഗർഭം തികയുന്ന മാസം നിനക്ക് കണക്കുകൂട്ടാമോ? അവയുടെ പ്രസവകാലം നിനക്ക് അറിയാമോ? അവ കുനിഞ്ഞ് കുട്ടികളെ പ്രസവിക്കുന്നു, ക്ഷണത്തിൽ വേദന കഴിഞ്ഞു പോകുന്നു. അവയുടെ കുട്ടികൾ ബലപ്പെട്ട് കാട്ടിൽ വളരുന്നു. അവ പുറപ്പെട്ടു പോകുന്നു, മടങ്ങി വരുന്നതുമില്ല. കാട്ടുകഴുതയെ അഴിച്ചുവിട്ടത് ആർ? വന ഗർദ്ധബത്തെ കെട്ടഴിച്ചത് ആർ? ഞാൻ മരുഭൂമിയെ അതിന് വീടും ഉവർനിലത്തെ അതിന് പാർപ്പിടവുമാക്കി. അത് പട്ടണത്തിലെ ആരവം കേട്ട് ചിരിക്കുന്നു, തെളിക്കുന്നവന്റെ ഒച്ച കൂട്ടാക്കുന്നതുമില്ല. മലനിരകൾ അതിൻ്റെ മേച്ചൽപ്പുറമാകുന്നു, പച്ചയായതൊക്കെയും അത് തിരഞ്ഞു നടക്കുന്നു. കാട്ടുപോത്ത് നിന്നെ വഴിപെട്ട് സേവിക്കുമോ? അത് നിന്റെ പുൽത്തൊട്ടിക്കരികെ രാപാർക്കുമോ? കാട്ടുപോത്തിനെ നിനക്ക് കയറിട്ട് ഉഴവിന് കൊണ്ടുപോകാമോ? അതു നിന്റെ പിന്നാലെ നിലം നിരത്തുമോ? അതിൻ്റെ ശക്തി വലുതാകയാൽ നീ അതിനെ വിശ്വസിക്കുമോ? നിന്റെ വേല നീ അതിന് ഭരമേൽപ്പിച്ചു കൊടുക്കുമോ? അത് നിന്റെ വിത്ത് കൊണ്ടുവരുമെന്നും നിന്റെ കളപ്പുരയിൽ കൂട്ടുമെന്നും നീ വിശ്വസിക്കുമോ? ഒട്ടകപ്പക്ഷി ഉല്ലസിച്ച് ചിറകു വീശുന്നു, എങ്കിലും ചിറകും തൂവലും കൊണ്ട് വാത്സല്യം കാണിക്കുമോ? അത് നിലത്ത് മുട്ടയിട്ടേച്ചു പോകുന്നു, അവയെ പൊടിയിൽ വെച്ച് വിരിക്കുന്നു. കാൽ കൊണ്ട് അവ ഉടഞ്ഞു പോയേക്കുമെന്നോ കാട്ടുമൃഗം അവയെ ചവിട്ടിക്കളഞ്ഞേക്കുമെന്നോ അത് ഓർക്കുന്നില്ല. അത് തൻ്റെ കുഞ്ഞുങ്ങളോട് തനിക്കുള്ളവയല്ല എന്ന പോലെ കാഠിന്യം കാണിക്കുന്നു. തൻ്റെ പ്രയത്നം വ്യർത്ഥമായി പോകുമെന്ന് ഭയപ്പെടുന്നില്ല. ദൈവം അതിന് ജ്ഞാനമില്ലാതാക്കി, വിവേകം അതിന് നൽകിയിട്ടുമില്ല. അത് ചിറകടിച്ചു പൊങ്ങി ഓടുമ്പോൾ കുതിരയെയും പുറത്തു കയറിയവനെയും പരിഹസിക്കുന്നു. കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്, അതിൻ്റെ കഴുത്തിന് നീയോ കുഞ്ചിരോമം അണിയിച്ചത്. നിനക്കതിനെ വെട്ടുക്കിളിയെപ്പോലെ ചാടിക്കാമോ? അതിൻ്റെ ഹുങ്കാരപ്രതാപം ഭയങ്കരം, അത് താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കുന്നു. അത് ആയുധപാണികളെ എതിർത്തു ചെല്ലുന്നു, അത് കൂസാതെ ഭയത്തെ പുച്ഛിക്കുന്നു. വാളിനോട് പിൻവാങ്ങി മണ്ടുന്നതുമില്ല. അതിനെതിരെ ആവനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിലുകിലുക്കുന്നു. അത് ഉഗ്രതയും കോപവും പൂണ്ട് നിലം വിഴുങ്ങുന്നു. കാഹളനാദം കേട്ടാൽ അത് അടങ്ങി നിൽക്കയില്ല. കാഹളനാദം ധ്വനിക്കും തോറും അത് ഹാ ഹാ എന്ന് ചിനയ്ക്കുന്നു. പടയും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും ദൂരത്തു നിന്ന് മണക്കുന്നു. നിന്റെ വിവേകത്താലോ പരുന്തു പറക്കുകയും ചിറക് തെക്കോട്ട് വിടർക്കുകയും ചെയ്യുന്നത്. നിന്റെ കൽപ്പനയ്ക്കോ കഴുകൻ മേലോട്ട് പറക്കുകയും ഉയരത്തിൽ കൂടുവെക്കുകയും ചെയ്യുന്നത്. അത് പാറയിൽ കുടിയേറി രാപാർക്കുന്നു, പാറമുകളിലും ദുർഗത്തിലും തന്നെ. അവിടെ നിന്ന് അത് ഇര തിരയുന്നു. അതിൻ്റെ കണ്ണ് ദൂരത്തേക്ക് കാണുന്നു. അതിൻ്റെ കുഞ്ഞുങ്ങൾ ചോര വലിച്ചു കുടിക്കുന്നു. പട്ടുപോയവർ എവിടെയോ അവിടെ അതുണ്ട്.